അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഹുക്മു മൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ വിധി. വുജൂബു സലവാത്തിൽ ഖംസത്തി വൽ ജുമുഅത്തി, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാവുക എന്നതും ജുമുഅ നിർബന്ധമാണ് എന്നതും മാലൂമും മിനദ്ദീനി ബിൽ ലറൂറത്തി, മതത്തിൽ അനിവാര്യമായി അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ലറൂറത്ത് കൊണ്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണം എന്ന് കരുതി പഠിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യം അല്ല, ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന കാര്യം. അപ്പം മുസ്ലിമീങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജുമുഅ നിർബന്ധമാണ് എന്നത് അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് അനിവാര്യമായും അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഫമൻ ജഹദഹു ഫഖദ് കഫറ, ആ നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ ഒരാൾ നിഷേധിച്ചാൽ അയാൾ കാഫറാണ്. വ ഖുതില ബി കുഫ്രിഹി, അയാൾ കുഫർ വന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇസ്ലാമിക ഭരണമാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ 3 നേരത്തെ നിസ്കാരം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 4 നേരത്തെ നിസ്കാരമേ ഉള്ളൂ, അല്ലെങ്കിൽ 6 നേരത്തെ നിസ്കാരമുണ്ട്, 5 അല്ല 6 എന്ന് ഇങ്ങനെ ഒരു വാദം ഒരാൾ വാദിച്ചാൽ അതിൻ്റെ പേരിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് ഓരോരുത്തർക്കും അറിയപ്പെടുന്ന, വളരെ വ്യക്തമായി അറിയപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ നിഷേധിച്ചാൽ അയാൾ അതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വമൻ അഖ്റജഹ അൻ വക്തിഹ, നിസ്കാരത്തിൻ്റെ സമയത്തെ തൊട്ട് അയാൾ അതിനെ ഒഴിവാക്കി. വക്തി ജമ്യ, ജമ്മാക്കപ്പെടുന്ന സമയമുണ്ട്. ഓരോ നിസ്കാരവും ളുഹർ അസറിനോടൊപ്പം ജമ്മാക്കും, മഗ്രിബ് ഇശാനോടൊപ്പം ജമ്മാക്കും. അപ്പോൾ ഒരു നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ ടൈമിനെ തൊട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജമ്മാക്കപ്പെടുന്ന സമയത്തെ തൊട്ടോ ഒരാൾ എന്ത് ചെയ്തു? നിസ്കാരം ഉപേക്ഷിച്ചു. ഇൻകാ തുജുമാവും, ജമാക്കപ്പെടുന്നുണ്ടെങ്കിലാണ് ജമാക്കപ്പെടുന്ന സമയത്തെ തൊട്ടെന്ന് പറഞ്ഞത്. കസലൻ, മടിയനായിട്ട് അങ്ങനെ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഖുതില ഹദ്ദൻ, ശിക്ഷാ നടപടി എന്ന പേരിൽ അയാൾക്ക് ഖത്ൽ ഉണ്ടാകും, കൊലയുണ്ടാകും. ലാ കുഫ്രൻ, കാഫറാണ് എന്നതിൻ്റെ പേരിലുള്ള കൊലയല്ല. അപ്പം നിഷേധിച്ചാൽ കുഫ്രിയത്തിലേക്ക് പോകും, നിഷേധിക്കാതെ ഉപേക്ഷിച്ചാൽ അയാൾക്കെതിരെ ശിക്ഷ നടപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭരണകൂടം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരാൾ കൊല ചെയ്യപ്പെട്ടാലോ ഫയുസലു, അവനെ കുളിപ്പിക്കപ്പെടണം. വയുസല്ല അലൈഹി, നിസ്കാരം നിർവഹിക്കപ്പെടണം. വയുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിലാണ്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ശ്മശാനം, അവിടെയാണ് അയാളെ മറവ് ചെയ്യപ്പെടേണ്ടത്. എത്ര വലിയ തെറ്റാണത്! നിസ്കാരം സമയത്തോട് തെറ്റിക്കുക എന്നത് വലിയ തെറ്റാണ്. തീരെ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതും തെറ്റാണ്, നിസ്കാരം സമയത്തോട്ട് തെറ്റിക്കുക എന്നുള്ളതും തെറ്റാണ്. വയഹറുമു തഖീറുഹ, നിസ്കാരത്തെ പിന്തിക്കൽ ഹറാമാണ്. അൻ വക്തിഹ, സമയത്തെ തൊട്ട്. ഓരോ നിസ്കാരത്തിനൊരു ടൈം അല്ലാഹു തആല നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നിസ്കാരം നിർവഹിക്കണം. ആ സമയത്ത് തൊട്ട് പിന്തിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഇല്ലാലുദ്രിൻ, എന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടായാലും. ഓഹോ ഇസ്നാനി, കാരണം എന്ന് പറയുമ്പോൾ അത് 2 എണ്ണമാണ്. അഹദുമാ, ഒന്ന് നോമുൻ ലം യതഅദ്ദ ബിഹി, വീഴ്ച വരുത്താത്ത ഉറക്ക്. വീഴ്ച വരുത്താത്ത ഉറക്ക് എന്ന് പറഞ്ഞാൽ കാനാമ കബല ദുഹൂലിൽ വക്തി, സമയമാകുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഉറങ്ങി. രാത്രി ഒരാൾ 10 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഉറങ്ങി. വലം യസിഖ് വക്കദാ ഫീഹി, അതുപോലെ തന്നെയാണ് സമയത്ത് ഉറങ്ങി. അപ്പോൾ വസിഖ ബിയഖലത്തി, ഉണരുമെന്ന് ഉറപ്പുണ്ട്. സുബൈ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ ഉറങ്ങി. അയാൾക്കറിയാം ഉറപ്പായും ഞാൻ 5 മിനിറ്റ് കൊണ്ട് എഴുന്നേൽക്കും. ഖബല ഖുറൂജി, സമയം പുറപ്പെടുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. ഔ ഗലബഹു നൗമു,
അല്ലെങ്കിൽ ഒരാൾക്ക് ഉറക്കം അങ്ങ് വന്നു, വലം യുംകിൻഹു റദ്ദു, ആ ഉറക്കത്തെ തടുത്തു നിർത്താൻ അയാൾക്ക് സാധിച്ചില്ല. ഫൈൻ നാമ ഫീഹി, സമയത്താണ് അയാൾ ഉറങ്ങിയത്, വലം യസിഖ് ബിയഖ്ലത്തിഹി, ഉണരുമെന്ന് ഉറപ്പില്ല, വലം യഗ്ലിബുഹു, ഉറക്കം പെട്ടെന്ന് വന്നതുമല്ലെങ്കിൽ ഹറുമ, അത് ഹറാമാണ്. ഇപ്പം പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കളാക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ 2 കാരണമുണ്ട്. ഒന്ന് ഉറക്കാണ്. ഉറക്കെന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്താത്ത ഉറക്ക് എന്ന് പറഞ്ഞാൽ ഏതാണത്? സമയമാകുന്നതിൻ്റെ മുമ്പ് ഉറങ്ങി. അപ്പോൾ രാത്രി സുബൈൻ്റെ മുമ്പ് തന്നെ ഒരാൾ ഉറങ്ങി. ആ സുബൈൻ്റെ മുമ്പ് ഉറങ്ങിയിട്ട് അയാൾ സുബൈ ബാങ്ക് കൊടുത്ത് സുബൈൻ്റെ ടൈം തീരുന്നവരെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതൊരു കാരണമാണ്. അല്ലെങ്കിൽ സുബൈ ബാങ്ക് കൊടുത്ത ഉടനെ, സാധാരണയിൽ അങ്ങനെ ചെയ്യാണ്ട്, ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങി പെട്ടെന്ന് എഴുന്നേൽക്കും, എന്നെ എന്തായാലും വാപ്പ് വിളിപ്പിക്കും, അല്ലെങ്കിൽ വേറെ സംവിധാനമുണ്ട്, ഉണരും, ഉറപ്പ്. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി. കാരണവശാൽ ആ ഉറക്ക് സമയം തീരുന്നവരെ നീണ്ടുപോയി. ഇതിപ്പോൾ കാരണത്തോടു കൂടിയുള്ള ഖളാക്കലാണ്. അതുപോലെ നിസ്കരിക്കേണ്ട ടൈമായപ്പോൾ ഉറക്കം വന്നു, എങ്ങനെ നോക്കിയിട്ടും ഉറക്കം ഒഴിവാക്കാൻ സാധിച്ചില്ല. അങ്ങനെ തടുത്തു നിർത്താൻ കഴിയാത്ത വിധം വന്ന ഉറക്ക്, ആ ഉറക്ക് കൊണ്ട് നിസ്കാരം കള. ഇതൊക്കെ ഇപ്പോൾ കാരണത്തോടു കൂടിയുള്ള നിസ്കാരം കളാക്കലാണ്. കാരണത്തോടു കൂടിയുള്ള നിസ്കാരം കളാക്കലാണ്. അതേ സമയത്ത് ടൈമായി സുബൈൻ്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഉറങ്ങി. ആ ഉറക്കിൽ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരവസ്ഥയിൽ ഉറങ്ങൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങി, ചിലപ്പോൾ അസർ വരെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ ഉറങ്ങൽ തന്നെ ഹറാമാണ്, പാടില്ലാത്തതാണ്. സാനിഹിമ, കാരണങ്ങളിൽ രണ്ടാമത്തത് നിസിയാനും മറദിയാണ്. ലം യൻസ് അൻ മൻഹിയിൻ അൻഹു, ആ മറദി എന്തോ ഒരു വിലക്കപ്പെട്ട കാര്യം ചെയ്തപ്പോൾ ഉണ്ടായതല്ല. ഖാൻ ദഖലൽ വക്തു, സമയം പ്രവേശിച്ചു. വ അസമ അലൽ ഫീലി, സമയമാകുമ്പോൾ തന്നെ ഞാൻ നിസ്കരിക്കുമെന്നൊരു ഉറപ്പുണ്ടാകണം. അങ്ങനെ അയാൾ ഉറപ്പിച്ചു നിസ്കരിക്കുന്നു. സുമ്മ തശാഗല ബി മുതാലാത്തി ഇൽമിൻ, പിന്നെ ഏതോ ഇൽമ് നേടാൻ വേണ്ടി കിതാബ് നോക്കി, അങ്ങനെ അതിലങ്ങ് ഇടപെട്ടു. ഔ സന്നത്തിൻ, അല്ലെങ്കിൽ എന്തോ ജോലിയിൽ ഇടപെട്ടു. ഔ നവീം, അതുപോലത്തെ എന്തെങ്കിലും കാര്യം. ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, എനിക്ക് എന്തായാലും നിസ്കരിക്കണം എന്നങ്ങ് ഉറപ്പിച്ചു. അതിനുശേഷമാണ് ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്ന് കരുതി ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ച് അതിലങ്ങ് ലയിച്ചു. അങ്ങനെ അങ്ങ് ടൈം നഷ്ടപ്പെട്ടു പോയി, നിസ്കാരം കളായിപ്പോയി. അല്ലെങ്കിൽ ആ ബാങ്ക് കേട്ടു, ആ സമയത്ത് നിസ്കരിക്കാൻ ഉറപ്പിച്ചു, പിന്നെ എന്തോ ഒരു ജോലി ചെയ്യാനുണ്ടായിരുന്നു, ആ ജോലി അങ്ങനെ നീണ്ടുപോയി, സമയം തെറ്റി. ഇങ്ങനെ വാത്തഹറജിൽ വക്തു, അങ്ങനെ ടൈം അങ്ങ് പുറപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കാരണമാണ്. ഫൈൻ തശാഗലബി മൻഹീൻ അൻഹു, വിരോധിക്കപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഔ വലവു നഹിയ കറാത്തിന്, അത് കറാഹത്തായ കാര്യമാണെങ്കിലും ശരി. ഏതുപോലെ കലൈബിം ബി ശത്രഞ്ചിൻ, ശത്രഞ്ച് കളിക്കുക എന്ന് പറയുന്നത് അത് നല്ലതല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ടൈമായതിൻ്റെ ശേഷമാണ് ഈ ചതുരംഗക്കളി, അതുമായി ബന്ധപ്പെട്ട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അത്തിമ കുറ്റക്കാരനാണ്. കളിയിലേക്ക് പ്രവേശിച്ചു, പിന്നെ കാര്യങ്ങൾ മറന്നുപോയി, അങ്ങനെയാണ് നിസ്കാരം കളായത്. ഇങ്ങനെയുള്ള കളി ആ സമയത്ത് പാടില്ലായിരുന്നു, അത് വിലക്കപ്പെട്ട കളിയായിരുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ടൈമിൽ ഈ വിലക്കപ്പെട്ട കളി അയാൾ ചെയ്തു എന്നതുകൊണ്ട് കളി കാരണമായിട്ട് നിസ്കാരത്തിൻ്റെ കാര്യം മറന്നുപോയാലും കുറ്റക്കാരനാണ്. അപ്പം പൊതുവെ കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണമാണ്. ഒന്ന് ഉറക്ക്, പിന്നെ ഒന്ന് മറതി. അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവൻ്റെ വീഴ്ചയോട് കൂടിയുള്ള പരിധി വിട്ട ഉറക്ക് കൊണ്ടാണെങ്കിൽ അത് കാരണമല്ല, കുറ്റക്കാരനാണ്. മറതി, അതും ഇവൻ്റെതായ തകരാറ് ഉപകാരമുള്ള ചില മറതികളുണ്ട്, അതുകൊണ്ട് നിസ്കാരം കളായാൽ കുറ്റക്കാരനാണ്. അത് രണ്ടും അല്ലാത്ത മറവിയും അതുപോലെ ഈ ഉറക്കും അത് കാരണങ്ങളാണ്. വയജിബു ഖലാഉ മാ ഫാത്ത ബിഗൈരി ഉദ്നിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖലാ വിട്ടൽ നിർബന്ധമാണ്. അലൽ ഫൗരി, ഉടനെ. കാരണത്തോട് കൂടി നഷ്ടപ്പെട്ടതും കാരണമില്ലാതെ നഷ്ടപ്പെട്ടതുമായ എല്ലാ നിസ്കാരങ്ങളും ഖലാ വിട്ടണം.
അതേസമയത്ത് കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരങ്ങൾ പെട്ടെന്ന് ഖളാ വീട്ടണം. ഫയൽസമുഹു സർഫു ജമീഇ സമനിഹി, അവൻ്റെ സമയം മുഴുവനും അവൻ വിനിയോഗിക്കൽ നിർബന്ധമാണ്. ലിൽ ഖളാഇ, ഖളാ വീട്ടാൻ വേണ്ടി. ഇല്ലാ മാ ലാ ബുദ്ദ മിൻഹു ഫീ തഹ്സീലി മുനത്തിൻ തൽസമുഹു, അവന് നിർബന്ധമായ ചെലവ് നേടിയെടുക്കാൻ ആവശ്യമായ ഒരു സമയം ഒഴിച്ച്. ഇവൻ ജോലിക്ക് പോയെങ്കിലേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ, ഇവൻ്റെ ഭാര്യയെ കുടുംബത്തെ പുലർത്താൻ കഴിയൂ. അപ്പോൾ നിർബന്ധമായും അവന് ഭക്ഷണം കഴിക്കേണ്ട അത്രയും പൈസക്ക് ആവശ്യമായ പണിക്ക് പോകാനുള്ളൊരു ടൈം, ആ ടൈം അല്ലാത്ത എല്ലാ ടൈമും നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കണം. ഫീലി വാജിബിൻ ആഹറ, നിർബന്ധമായ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും. യുഖ്ഷാ ഫൗത്തുഹു മുളയ്യക്കിൻ, സമയം ഇടുങ്ങിയ. യുഖ്ഷാ ഫൗത്തുഹു, അത് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയമുള്ള അത്തരം നിർബന്ധമായ കാര്യങ്ങൾ. ഇപ്പോൾ ളുഹറിൻ്റെ നിസ്കാരം ഇങ്ങനെ ഖളാ വീട്ടി ആ സമയം മുഴുവനും കഴിഞ്ഞു പോയ നിസ്കാരം ഖളാ വീട്ടി, ഇവൻ്റെ ഇന്നത്തെ ളുഹർ ഇപ്പോൾ ഖളാ ആയിപ്പോവും. അത്തരമൊരു ഘട്ടം വന്നാൽ ഈ ളുഹർ വേഗം നിസ്കരിക്കണം. ഇതല്ലാത്ത മുഴുവൻ സമയവും നിസ്കാരം ഖളാ വീട്ടാനാണ് വിനിയോഗിക്കേണ്ടത്. പ്രായപൂർത്തിയായ ശേഷം എത്ര നിസ്കാരം ഏകദേശം ഖളാ ആയിട്ടുണ്ടാകുമെന്നൊരു കണക്കെടുക്കുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 100 സുബഹി നിസ്കാരം ഖളാ ആയിട്ടുണ്ടാവും. അപ്പം പിന്നെ അതുപോലെ 100 ളുഹർ, 100 അസർ, ഇങ്ങനെയൊക്കെയാണ് കണക്ക് വരുന്നതെങ്കിൽ ആ നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വീട്ട് തന്നെ. ഫർളായ സമയത്തിന് നിർബന്ധമായ ഇവൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ നിർബന്ധത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും നിസ്കാരം ഖളാ വീട്ടുക. വനഹ്വി നൗമിൻ വാക്കിലിൻ, ഉറക്കിന് വേണ്ടിയും അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയും ഒക്കെ അനിവാര്യമായ ടൈം അത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള ടൈം. വലാ യജൂസു ലഹു തനഫുലു, സുന്നത്തായ നിസ്കാരം പിന്നെ അവന് അനുവദനീയമല്ല. താ യഫ്റുഗ മിന്നു, നിർബന്ധത്തിൻ്റെ ബാധ്യത ഒഴിഞ്ഞു തീരുന്നത് വരെ. ഇപ്പം നിർബന്ധ നിസ്കാരം ഉണ്ടല്ലോ ഖളാ, അത് ഖളാ വീട്ടി തീരട്ടെ, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. അപ്പോൾ സുന്നത്തുകളൊക്കെ ഒഴിവാക്കി ഉള്ള ടൈം മുഴുവനും ഫർള് ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അമ്മൽ ഫായിത്തു ബിയുദ്രിൻ, അപ്പോൾ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെങ്കിലോ ഫയജിബു ഖളാഉ അലത്തറാഹി, അത് ഖളാ വീട്ട് നിർബന്ധമാണ്. അലത്തറാഹി, സാവകാശത്തോടു കൂടി. സാവകാശം വരുത്തൽ പറ്റും, പക്ഷേ വലാക്കിൻ തുസന്നുൽ മുബാദറത്തു ബിഹി, അതും പെട്ടെന്ന് ഖളാ വീട്ടലാണ് സുന്നത്ത്. അപ്പോൾ ഫർള് നിസ്കാരം ഒരാൾക്ക് ഖളാ ആയിപ്പോയാൽ, കാരണത്തോടു കൂടിയാണ് ഖളാ ആയിപ്പോയതെങ്കിൽ ഉറങ്ങിപ്പോയിട്ടാണ്, അത് പറ്റുന്ന ഉറക്കുണ്ടല്ലോ, അങ്ങനെയുള്ള ഉറക്കോട് കൂടി ഖളാ ആയിപ്പോയതാണെങ്കിൽ എഴുന്നേറ്റ ഉടനെ നിസ്കരിക്കൽ സുന്നത്താണ്. പിന്നെ സൗകര്യം പോലെ നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് കാരണമില്ലാതെ ഖളാ ആയിപ്പോയ നിസ്കാരമാണ്. സുബഹി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേറ്റ് ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് പിന്നെ അവൻ ഉറങ്ങാൻ പാടില്ലായിരുന്നു, ഉറങ്ങിപ്പോയി, കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ കാരണമില്ലാതെ നിസ്കാരം ഖളാ എന്ന് പറയാം. അപ്പോൾ ഒരു 7 മണിക്ക് എഴുന്നേറ്റാൽ ബാക്കി എല്ലാ പരിപാടികളും ചെയ്യുന്നതിൻ്റെ മുമ്പായി വേഗം നിസ്കാരം അങ്ങോട്ട് ഖളാ വീട്ടും. അതാണ് വേണ്ടത്. തഅ്ജീലൻ ബറാഅത്തി ദിമ്മത്തി, ഉത്തരവാദിത്വം ഒഴിവാക്കൽ, അതിന് ധൃതി കാണിച്ചതിന് വേണ്ടി വേഗം നിസ്കരിക്കൽ. ഇത്തരം കാരണത്തോടു കൂടി ഖളാ ആയിപ്പോയ നിസ്കാരം വേഗം ഖളാ വീട്ടൽ, അത് സുന്നത്താണ്. അതെന്തിനു വേണ്ടിയാണ്? ഉത്തരവാദിത്വം ഒഴിവാക്കുക എന്ന ആ ഒരു ധൃതിക്ക് വേണ്ടി. വലിയന്നഹു ഇതാ മാത്ത ബഅദ തമക്കുനി വഖബലൽ ഫീലി, ചെയ്യാൻ സൗകര്യപ്പെട്ടു ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പ് ഒരാൾ മരിച്ചുപോയാൽ, ളുഹർ ബാങ്ക് കൊടുത്തു 10 മിനിറ്റായി, അപ്പോൾ സൗകര്യപ്പെട്ടിട്ടുണ്ടല്ലോ, പക്ഷേ ആ ളുഹർ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയാൽ യമൂത്തു ആസിയൻ, തെറ്റുകാരനായിട്ടാണ് അയാൾ മരിക്കുക. കമാഫിൽ അജ്ജിലുള്ളതുപോലെ. അപ്പോൾ ടൈമായ ഉടനെ വേഗം ചെയ്യുക. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ പിന്താന്നല്ലാതെ ടൈമായാൽ പിന്നെ നിസ്കാരത്തെ പിന്തിച്ച് ഇടരുത്. വയുന്തബു തർത്തീബുൽ ഫവായിത്തി, ഫൗത്തായ നിസ്കാരങ്ങൾ അത് നിസ്കരിക്കുമ്പോൾ ഖളാ വീട്ടുമ്പോൾ അവിടെ തർത്തീബ് സുന്നത്താണ്. ഇം ഫാത്തത്ത് കുല്ലുഹാ ബിഉസ്രിൻ, എല്ലാ നിസ്കാരങ്ങളും കാരണത്തോടു കൂടിയാണ് ഖളായി പോയത്. ഒരു ദിവസം മുഴുവനും ഒരാൾക്ക് മറതി സംഭവിച്ചു, നിസ്കരിച്ചില്ല,
അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ കാരണത്തോടുകൂടിയാണ് ലോറ് അസറും മഗ്‌രിബ് ഇശാവും സുബഹിയൊക്കെ ഖളായത്. എങ്കിലും അയാൾ പിന്നെ അയാൾക്ക് ഓർമ്മ വന്നതിന് ശേഷം ആദ്യം ലോറ് നിസ്കരിച്ച്, പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച്, പിന്നെ അസർ നിസ്കരിച്ച്, അങ്ങനെ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണത്തോട് കൂടിയാണ് ഖളായതെങ്കിൽ നിസ്കാരം ഖളാ കൂട്ടുമ്പോൾ തർത്തീബാക്കൽ, ആദ്യം സുബഹി, ളുഹർ, അസർ, മഗ്‌രിബ് ഇങ്ങനെ തർത്തീബാക്കൽ സുന്നത്താണ്. ഔ കുല്ലുഹാ ബിഗൈരിദിൻ, എല്ലാം കാരണം അല്ലാതെയാണ് ഖളായിപ്പോയത്, അല്ലെങ്കിൽ എല്ലാം കാരണത്തോട് കൂടിയാണ് ഖളായിപ്പോയത്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തർത്തീബ് സുന്നത്താണ്. വൈല്ല വജബ, അല്ലെങ്കിൽ നിർബന്ധമാണ് തഖ്ദീമു മാഫാത്ത ബിഗൈരിദിൻ, കാരണമില്ലാതെ ഖളായിപ്പോയതിനെ വേഗം ഖളാ കൂട്ടണം. അലാ മാഫാത്ത ബിഗൈരിദിൻ, കഴിഞ്ഞ നിസ്കാരങ്ങളിലേക്ക് നോക്കുമ്പോൾ കാരണത്തോട് കൂടി കുറേ ഖളായിട്ടുണ്ട്, കാരണമില്ലാതെ ഖളായിട്ടുണ്ട്. എന്നാൽ കാരണം ഇല്ലാതെ ഖളാ ആയതിനെ വേഗം നിസ്കരിക്കുകയും കാരണത്തോട് കൂടി ഖളായതിനെ പിന്നീട് നിസ്കരിക്കുകയും ചെയ്യണം, അത് നിർബന്ധമാണ്. വയും ഫുക്കിത തർത്തീബ്, അവിടെ തർത്തീബ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. ളുഹർ നിസ്കാരം കാരണം ഇല്ലാതെ ഖളാ ആയതാണ്, അസർ നിസ്കാരം കാരണത്തോട് കൂടി ഖളാ ആയതാണ്. എന്നാൽ അവിടെ ആദ്യം നിസ്കരിക്കേണ്ടത് ളുഹറാണ്, പിന്നെ അസറാണ്. അതേ സമയത്ത് ഒരാളുടെ നിസ്കാരം മഗ്‌രിബ് നിസ്കാരം കാരണത്തോട് കൂടി ഖളാ ആയതാണ്. അതേ സമയത്ത് ഇശാ നിസ്കാരം കാരണം ഇല്ലാതെ ഖളായതാണ്. അവിടെ ഖളാ കിട്ടുമ്പോൾ ആദ്യം ഇശാ നിസ്കരിക്കണം, പിന്നെ മഗ്‌രിബ് നിസ്കരിക്കണം. ലിഅന്നഹു സുന്നത്തുൻ, തർത്തീബ് എന്നത് സുന്നത്താണ്. വൽ ബിദാറു വാജിബുൻ, അതേ സമയത്ത് വേഗം നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധവുമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ ഒരാൾ നിഷേധിച്ചാൽ, നിസ്കാരത്തിൻ്റെ എണ്ണത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. നിസ്കാരം സമയം തെറ്റി നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഇസ്ലാമിക കോടതിയിലാണെങ്കിൽ തലപോകുന്ന കാര്യമാണ് നിസ്കാരം ഖളാക്കുക എന്നുള്ളത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു നിസ്കാരവും ഖളായി പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. വളരെ ലാഘവത്തോടു കൂടിയാണ് പലരും നിസ്കാരം ഖളാക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കല്യാണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സൽക്കാരം ഉണ്ടായി, അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ നിസ്കാരം ഖളാക്കുക എന്നത് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. പാടില്ല, വലിയ തെറ്റാണ്, മഹാ അബദ്ധമാണ്. ആ കാര്യം ഗൗരവത്തോടെ ഉൾക്കൊണ്ട് ഇനി മുതൽ ഒരു നിസ്കാരവും എനിക്ക് ഖളാ ആവുകയില്ല എന്നൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയണം. ആ തീരുമാനം നടപ്പിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.